ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു രസമാണ് കാണിക്കുന്നത്. നമ്മളിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുക്കറിൽ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒന്ന് വെള്ളത്തിലിടണം. പുളി നമ്മൾ എപ്പോഴും വെള്ളത്തിലിടുമ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടുക. ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം വെക്കുക. എന്നിട്ട് അതിൻ്റെ ചൂട് കുറച്ച് നാറിയതിന് ശേഷം നമ്മൾക്ക് ഈസി ആയിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി വേണ്ടത് 2 വലിയ തക്കാളി. അത് പൊടിയായിട്ട് എറിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ രസം ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നല്ല പോലെ ഉടച്ചെടുക്കുക. കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഉടച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ജീരകവും കുരുമുളകും കൂടെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇതിലേക്ക് 5-6 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായി ചതച്ചെടുക്കുക. ഇനി ഈ ചതച്ചത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ തക്കാളി അരിഞ്ഞ് കുക്കറിലേക്കിട്ട് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കാണ് ഈ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് പുളിവെള്ളമാണ്. നമ്മൾ നേരത്തെ പുളി അവിടെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചൂട് ഇപ്പോൾ കുറച്ച് നാറി വന്നിട്ടുണ്ട്. ഞാനിവിടെ പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ പുളിവെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് ചിലപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇതെല്ലാം ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ഒന്നും കൂടെ നോക്കാം. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കുറച്ച് കുറവായിരുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെയിറ്റ് എല്ലാം ഇട്ടതിന് ശേഷം ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് 1 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റീം എല്ലാം പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിൻ്റെ സ്റ്റീം ഒന്ന് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയും ബാക്കി ചതച്ച വെളുത്തുള്ളി എല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരണം. അത്രയും സമയം വെയിറ്റ് ചെയ്യുക. കടുക് നന്നായി പൊട്ടി വന്നു കഴിഞ്ഞാൽ 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 3-4 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ചെറിയ തീയിൽ തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉണക്കമുളകെല്ലാം നല്ലപോലെ വീർത്ത് വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇപ്പോൾ എല്ലാം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇത് നേരെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഞാനിവിടെ ഇപ്പം 1 പിടി മല്ലിയില അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കുറച്ച് സമയം അടച്ചു വയ്ക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന രസത്തിന് നല്ലൊരു ഫ്ലേവറും കൂടിയായിരിക്കും. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്